പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരികയാണ്. തീർച്ചയായിട്ടും ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണം 20-ാം തീയതി കഴിഞ്ഞ് അതിൻ്റെ സാധാരണ രീതിയിൽ തന്നെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 2 മുതൽ 3 മാസത്തെ തുക വരെ ലഭിക്കുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏകദേശം എല്ലാവർക്കും തന്നെ ഈ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്യാനുള്ള നടപടി മുൻപേ തന്നെ, ഓണത്തിന് മുമ്പായിട്ട് തന്നെ പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും മനസ്സിലാക്കുക. കൂടാതെ തന്നെ തുകയുടെ വർധനവ് സർക്കാർ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ 3 മാസത്തെ തുക കിട്ടിയില്ലെങ്കിൽ പോലും 2 മാസത്തെ തുക ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ മാസത്തിൽ വളരെ ലേറ്റായിട്ടാണ് ക്ഷേമ പെൻഷൻ തുക ലഭിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. ക്ഷേമ പെൻഷൻ ഇനി കഴിഞ്ഞ മാസത്തെ ആരെങ്കിലും കിട്ടാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, ഈ ഓണത്തോടനുബന്ധിച്ച് റേഷൻ ആനുകൂല്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് പിങ്ക് കാർഡ് വിഭാഗത്തിന് നിലവിലുള്ള അരി വിഹിതത്തിന് പുറമെ 5 കിലോഗ്രാം അരി കൂടുതലായിട്ട് കൊടുത്തു. നീല കാർഡിന് 10 കിലോ അരി സാധാരണ വിഹിതത്തിന് പുറമെ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ വെള്ളക്കാർഡിന് 15 കിലോ അരിയാണ് ഈ പ്രാവശ്യം ലഭിക്കുക. കൂടാതെ AAY മഞ്ഞക്കാർഡിന്, അതായത് കഴിഞ്ഞ പ്രാവശ്യം സൗജന്യ ഭക്ഷ്യക്കിറ്റ് കിട്ടിയ റേഷൻ കാർഡ് ഉടമകളാണ്, അവർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ ഈ പ്രാവശ്യവും ലഭിക്കും. 1 കിലോഗ്രാം പഞ്ചസാര ഇതിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ലഭിക്കും എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യലായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് കൂടാതെ തന്നെയാണ് ഇനിയിപ്പോൾ തൊഴിലുറപ്പ് അംഗങ്ങൾക്കൊക്കെ ഇപ്പോൾ 100 ജോലിയൊക്കെ പൂർത്തീകരിച്ച ആളുകൾക്കൊക്കെ എല്ലാ വർഷവും 1000 രൂപ പ്രത്യേകമായിട്ട് കൊടുക്കാറുണ്ട്. അതും ഈ പ്രാവശ്യം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് വരുന്നത്. ഇത് മാത്രമല്ല, വളരെ കൂടുതലായിട്ടുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് ലഭ്യമാകും. ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഇപ്പോൾ ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും തന്നെ ലഭിച്ചിട്ടുണ്ട്. 20 തുക ലഭിച്ചിട്ടുണ്ട്. പക്ഷേ 21ാമത്തെ ഗഡു തുക ലഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ കസ്റ്റമർ ID ഈ കർഷക ID എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ചെയ്യാത്തൊക്കെ ആളുകൾക്ക് ഇത് പലതരത്തിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ ഒരു പക്ഷേ തടസ്സപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രാവശ്യം ഈ ഒരു കർഷക ID എടുക്കാത്തതിൻ്റെ പേരിൽ ആർക്കും തന്നെ തുക തടസ്സപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ ഇത് ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് കർഷകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും കർഷക ID എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കിസാൻ സമ്മാൻ നിധി ഇനി ലഭിക്കേണ്ടത് അടുത്ത 4 മാസത്തോടെ കഴിഞ്ഞായിരിക്കും. അതും ഇതുപോലെ തന്നെ മുടക്കമില്ലാതെ തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ